അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹുസൈൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആവേശച്ചിരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഹുസൈൻ സലഫി എന്തോ ഒരു വലിയ അപരാധം പറഞ്ഞിട്ടുണ്ട് എന്ന്. വീഡിയോ കേട്ടപ്പോഴാണ് മനസ്സിലായത് അണ്ണൻ ബാലൻസ് ചെയ്തതാണ്. ബാലൻസിങ് നിലപാട്. സമസ്തക്കാരെ കുറച്ച് പറഞ്ഞാൽ പിന്നെ സെൽഫികളെ കുറച്ച് പറയണം. അങ്ങനെ ബാലൻസ് ചെയ്തിങ്ങനെ പോകണം, അത്രയേ ഉള്ളൂ. അണ്ണനിപ്പോൾ കുറച്ചായിട്ട് കണ്ടൻറ്റിന് വലിയ ക്ഷാമമാണ്. ആരെങ്കിലും എവിടുന്നെങ്കിലൊക്കെ ഒരു വീഡിയോ കഷ്ണം അയച്ചു കൊടുത്താൽ പിന്നെ ഇടവും വലവും ഒന്നും നോക്കാറില്ല, ചാടി കയറി ഒരു വീഡിയോ ചെയ്യും. അതിന് കുറച്ച് റീച്ച് കിട്ടണം, അങ്ങനെ കാശ് ഉണ്ടാക്കണം, അത്രേ ചിന്തിക്കുന്നുള്ളൂ. അത് വളരെ വ്യക്തമായി ഈ വീഡിയോ കണ്ടപ്പോൾ. ഏതാണെങ്കിലും ഇതിലും നല്ലത് കുറുവാ സംഘത്തിൻ്റെ പണിയെടുക്കലാവും എന്നാണ് ആമുഖമായി അതിനെക്കുറിച്ച് ഏറ്റവും മിനിമം എനിക്ക് പറയാനുള്ളത്. ഹുസൈൻ സലഫി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം സംസാരിച്ചത് തികച്ചും ആശയപരമായ ഒരു സംസാരം മാത്രമാണ്. അത് കൃത്യമായി വിലയിരുത്താതെ, അത് കൃത്യമായി പഠിക്കാതെ, മനസ്സിലാക്കാതെ, അത് പൂർണ്ണമായി കേൾക്കാതെ, ആരെങ്കിലും അയച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ട്, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ക്ലിപ്പിൻ്റെ ഭാഗങ്ങൾ മാത്രം കണ്ട് വീഡിയോ ചെയ്ത് കണ്ടൻ്റ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നതിലെ നൈതികത എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതാണെങ്കിലും അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിമർശനം നമുക്ക് കേൾക്കാം. എൻ്റെ ഹുസൈൻ സലഫി പറയുമ്പോൾ ഒരു ഔചിത്യമൊക്കെ വേണ്ടേ? ഒന്നുമല്ലെങ്കിൽ അവർ ഈ 100 കൊല്ലം കൊണ്ട് 1-2 പേരിൽ ഒതുങ്ങി നിന്നില്ലേ? നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ? നിങ്ങളെത്ര ഉള്ളത്? നിങ്ങളെത്ര കഷണങ്ങളായി? എന്താണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത്? നിങ്ങളും എത്ര കഷ്ണങ്ങളായി എന്നാണ്. ഇതാണോ സത്യത്തിൽ ഇവിടെയുള്ള ചർച്ച? എന്താണ് ചർച്ച എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇയാൾ വീഡിയോ ചെയ്തത്. സത്യത്തിൽ ഹുസൈൻ സലഫിയുടെ ആ സംസാരത്തിൽ അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുണ്ട്, ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താ? മനുഷ്യരുണ്ടാക്കിയ ഇതേപോലെയുള്ള സംഘടനകളിലൊക്കെ സ്വാഭാവികമാണ് പ്രശ്നങ്ങളുണ്ടാകും. അത് എല്ലാ സംഘടനകളിലുമുണ്ട്. അതല്ല ഇവിടെയുള്ള ചർച്ച. അത് ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. നിങ്ങൾ എത്ര ഗ്രൂപ്പാ? എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സമസ്തയിലെ ഗ്രൂപ്പിസ്റ്റ് ഉണ്ട് എന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത്? അതല്ല ഞങ്ങൾ പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും. അത് മുജാഹിദീങ്ങളിലും ഉണ്ട്. അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും. എത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ. ഹുസൈൻ സലഫി തന്നെ ആ കാര്യം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിലുള്ള വിരോധാഭാസം ഈ ഭാഗം അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുമുണ്ട്. പിന്നെ ഇവിടെയുള്ള വിഷയം എന്താണ്? വിഷയം തികച്ചും ആദർശപരമായ വിഷയമാണ്. അതെന്താണ്? സാധാരണ സംഘടനകൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല സമസ്ത എന്നാണ് സമസ്തക്കാരുടെ അവകാശവാദം. അനിൽ മുഹമ്മദിന് കാര്യം മനസ്സിലാക്കാൻ വല്ല താല്പര്യവുമുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ അടിവരയിടേണ്ടത്. എന്താണ് സമസ്തക്കാർ പറയുന്നത്? സമസ്തയിലെ 40 മുശാവറ അംഗങ്ങൾ അവർ സാധാരണക്കാരല്ല, എല്ലാം തികഞ്ഞ പണ്ഡിതന്മാരാണ്. അവർക്കിടയിൽ പിന്നെ സ്ഖലിതങ്ങളോ അടിപിടിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓരോ കാലഘട്ടത്തിലെയും 40 ഔലിയാക്കളാണ് സമസ്തയുടെ മുശാവറ അംഗങ്ങൾ. ഒന്നത് മാത്രമല്ല, സമസ്ത എന്ന സംഘടനയുണ്ടാക്കുന്നത് സാധാരണ മുജാഹിദ് സംഘടന അതേപോലെ ജമാഅത്ത് സംഘടന ഒന്നും ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയതല്ല. മറിച്ച് ലോകത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സമ്മതപ്രകാരം, അനുവാദപ്രകാരം ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കഴിഞ്ഞിട്ടില്ല. സമസ്തയുടെ പ്രഥമ രൂപീകരണ യോഗം 1926 അവരുടെ നേതാവ് പ്രാർത്ഥിക്കുകയാണ്, ഈ സംഘടനയെ വിജയിപ്പിക്കണമേ, ഈ സംഘടനയെ മുന്നോട്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകണമേ, വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് ആരാണ്? അനിൽ മുഹമ്മദ് അല്ല, അതെങ്കിൽ വേറെ ഏതെങ്കിലും സാധാരണക്കാരല്ല, മറിച്ച് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ ജീവൻ്റെ ജീവനായ മുത്ത് നബി അതിന് ആമീൻ പറഞ്ഞു എന്നാണ് ഈ ഖൗം ഇവിടെ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. സമസ്തയുണ്ടാക്കിയത് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ വന്ന ഔലിയാക്കളുടെ, മഹാന്മാരുടെ അനുവാദം വാങ്ങി ഇസ്തിഹാറത്ത് ചെയ്ത് ഉണ്ടാക്കിയ, അതായത് അള്ളാഹിനോട് നന്മയെ ചോദിച്ച് ഉണ്ടാക്കിയ, അതേപോലെ ഔലിയാഇന്റെ മഹാന്മാരുടെ സമ്മതം വാങ്ങി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. ആശയമാണോ അല്ലേന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇത് ഞങ്ങൾ പറയുന്നതല്ല, സമസ്തയുടെ നിലവിലുള്ള പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. എന്നതുപോലെ തന്നെ സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ആ സംഘടന
നമ്മൾ ദീനിയായ സംഘടനയാവുമ്പോൾ അത് നമുക്ക് മുൻഗാമികളാവുന്ന ഉലായിക്കല്ല ദീനാഹുല്ലാ ഫദി ഉദാഹു മുക്തദി അവർ സ്വീകരിച്ച മാർഗ്ഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മളതിൽ ഇസ്തിഖാർത്ത് ചെയ്യണം, മഹാന്മാരോട് ചോദിക്കണം, എന്നിട്ടൊക്കെ അത് അങ്ങനെ സംഘടന സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. കേട്ടില്ലേ? അപ്പോൾ ഔലിയാന്റെ മഹാന്മാരുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടാക്കിയതാണ്. മാത്രമല്ല, ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഔലിയാക്കളാണ്. ഇവർ പറയുന്ന ഔലിയാക്കളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരെയുള്ള ഇവരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു മരിച്ചുപോയ ഇവരുടെ മഹാന്മാര്, അതല്ലെങ്കിൽ ഇവരുടെ ഔലിയാക്കള്, അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, പ്രസിഡന്റ് ഔദ്യോഗികമായി പറയട്ടെ കേട്ടോ. ആരൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും മഹാന്മാരുടെ നേലിലാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിനെ നേലിൽ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ചിലർ. അത് മഹാന്മാരുടെ ആ നേലിൻ്റെ പവർ അറിയാത്തത് കൊണ്ടിട്ടാണ്, മഹാന്മാരുടെ മതത് കൊണ്ടിട്ടാണ് ഈ സംഘടന പോകുന്നത്. മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംഘടന പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് ആര് ഇതിനെ നയിച്ചാലും ഇതിന് പ്രത്യേകമാവുന്നതായവർ കഴിഞ്ഞാൽ മഹാന്മാരാവുന്ന ഇതിനെ സ്ഥാപിച്ചതായ മഹത്തുക്കളാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാനാവുന്നതായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരുടെ കയ്യിൽ, അവരുടെ കയ്യിലാണ് ഇതിൻ്റെ യഥാർത്ഥ കടിഞ്ഞാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു സംഘടന ഇത് മുജാഹിദ് സംഘടനകളെ പോലെയാ, അതല്ലെങ്കിൽ ജമാഅത്ത് സംഘടനയെ പോലെയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ പോലെയാണോ ഈ സംഘടന? അല്ല. ഇവരുടേതായ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്രമാദിത്വമുള്ള ഒരു സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടുമോ? കാരണം ഭിന്നിപ്പുണ്ടെങ്കിൽ തന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ നിലക്കുള്ള കശപിശൊന്നും ഉണ്ടാകാൻ പാടില്ല. കാലഘട്ടത്തിലെ 40 ഔലിയാക്കളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അനിൽ മുഹമ്മദിനെ പോലെ എന്നെ പോലെയുള്ള ആളുകളല്ല, 40 പ്രധാനപ്പെട്ട ഔലിയ ആണ് അതിലുള്ളത്. അത്രയും കഴിവുറ്റവരാണ്, തികഞ്ഞ ബോധമുള്ള പണ്ഡിതന്മാരാണ്. ഉണ്ടാകാൻ പാടില്ല. പോകട്ടെ, അള്ളാന്റെ റസൂലിന്റെ അനുവാദപ്രകാരം ഉണ്ടാക്കിയ സംഘടനയാണിത്. നബി അനുവാദം കൊടുത്തത്, ആ സംഘടനയിൽ ഇത് ഉണ്ടാകാൻ പാടില്ലോ. മാത്രമല്ല ഇവരെന്നെ എഴുതും ചെയ്തിട്ടുണ്ട്, സമസ്ത പിളരൂല. കാരണം അങ്ങനെ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് കശപിശയായതോടെ, ഇതിൽ പിളർപ്പുണ്ടായതോടെ, ഈ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഇത്രയും കാലം സമസ്തക്കാർ പറഞ്ഞു നടന്നിരുന്ന ആശയങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. അതിനെയാണ് ഹുസൈൻ സലഫി ചോദ്യം ചെയ്തത്. എന്താണ് ആശയം പൊളിഞ്ഞു വീണത്? എന്താ പൊളിഞ്ഞു വീണത്? ഇവരുടെ അവകാശവാദം എന്താ? ഔലിയാക്കളെ ഇടപെടും, ഔലിയാക്കൾ നിയന്ത്രിക്കുന്നതാണ്. അപ്പോഴാണ് സലഫികൾ ചോദിക്കുന്നത്, നിങ്ങളുടെ സംഘടന ഔലിയാക്കളുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഔലിയാക്കൾ ഇപ്പോൾ ഇടപെടുന്നില്ല? അവര് വരുന്നില്ല, അവര് നിയന്ത്രിക്കുന്നില്ല, അവര് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ല. ആശയാണ് ഇവിടെ പൊളിയുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ സംഘടനയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടപെടൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നില്ല? ആശയവരല്ലേ അത്? ആശയവരല്ലേ? എന്തുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ വരുന്നില്ല? ആമീൻ പറഞ്ഞ നബി എന്തുകൊണ്ട് വന്ന് പ്രശ്നത്തിന് തീരുമാനമുണ്ടാക്കുന്നില്ല? മാത്രമല്ല, നിങ്ങളിവിടെ മഹാന്മാരോടും മരിച്ചുപോയവരോടുമൊക്കെ ഇസ്തിഗാസ നടത്തി സഹായം തേടുന്നു. അത് വലിയ ഫലപ്രദമായ കാര്യമാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇത്രയും കാലം നിങ്ങൾ വഴിതെറ്റിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തയിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദത് ചോദിച്ച്, സഹായം ചോദിച്ച്, ഇസ്തിഗാസ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ല? ഇത് ആശയപരമല്ലാന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ? ഇതല്ലേ ഹുസൈൻ സലഫി ചോദിച്ചത്? ഇതല്ലേ ഞങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നത്? അതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു സംഘടനയിൽ അങ്ങോട്ടോ കശപിശുണ്ടെങ്കിൽ അതാരെങ്കിലും ഇന്നേ വരെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ, പറയാറുണ്ടോ? പറയേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യന്മാരുണ്ടാക്കിയ സംഘടനയിലൊക്കെ അത് ഉണ്ടാവില്ലേ? ഇത് പറഞ്ഞപ്പോൾ ഇതൊന്നും ചിന്തിക്കാനുള്ള കാര്യബോധമില്ലാതെ നമുക്കൊരു വലിയ കണ്ടന്റ് കിട്ടി എന്ന നിലയ്ക്ക് ചാടിപ്പടഞ്ഞ് ഹുസൈൻ സലഫിനെ 4 പറഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും, സമസ്തക്കാരുടെ ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും, റീച്ച് കിട്ടും, പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടല്ലേ അനിൽ മുഹമ്മദയെ താങ്കൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്? ഇത് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവും. അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്നോ എന്താണ് പറയേണ്ടത് എന്നോ ഒന്നും ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളിൽ ഒരു ലെവലേശം ഉളുപ്പില്ലാതെയല്ലേ താങ്കൾ ഈ നിലക്കുള്ള സംസാരിക്കുന്നത്? അതിന് വിവേകവും, അല്ലെങ്കിൽ പറയേണ്ടതെന്തെന്നും അല്ലാത്തതെന്താണെന്നും അത് പറയുന്നത് എങ്ങനെയാണെന്നും പറയുന്നതിനൊരു ഉളിപ്പും ഒക്കെ തോന്നേണ്ടതാണ്. ഉളുപ്പില്ലേ എന്നാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ? കണ്ടന്റിന് ക്ഷാമം അനുഭവിക്കുന്ന താങ്കളുടെ ഗതികേട് എന്നേ പറയാനുള്ളൂ.